ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനി വ്രതകാലമാണ്. നാളെ മുതൽ റംസാൻ ആരംഭം. വ്രതാരംഭത്തിൻ്റെ സൂചനയായ മാസപ്പിറവി കണ്ടു. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് KM ചേരുകയാണ്. റിയാസ്, ഇനി മുതൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് വ്രതകാലമാണ്. നാളെ മുതലാണ് റംസാൻ, അല്ലേ? തീർച്ചയായും അജിംഷാദ്, ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഇനി റംസാനിന്റെ 30 ദിനരാത്രങ്ങളാണ്. ഒരുപക്ഷെ പകൽ മുഴുവൻ കഠിനമായ വ്രതം അനുഷ്ഠിച്ച് അതിനുശേഷം രാത്രികളിൽ തറാവീഹ് നിസ്കാരവും ഒപ്പം വിത്ര നിസ്കാരം പോലുള്ള പ്രാർത്ഥനകളിൽ മുഖരിതമാകുന്ന 30 ദിനരാത്രങ്ങൾ, ഒപ്പം തന്നെ സക്കാത്ത് പോലുള്ള ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുന്ന ദിനം. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഇതെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണവും ഒക്കെയായി വിശ്വാസികൾ സജീവമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്തായാലും മാസപ്പിറവി കണ്ടത് സംബന്ധിച്ച് നമ്മളിപ്പോഴുള്ളത് കോഴിക്കോട് വലിയ ഖാദിയുടെ ആസ്ഥാനത്താണ്. കോഴിക്കോട് വലിയ ഖാദി പാണക്കാട് നാസർ ഹയ്യ ഷിഹാബ് തങ്ങൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അദ്ദേഹം തന്നെ ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് കേരള വിഷൻ ന്യൂസിനോട്. എങ്ങനെയാണ് ഇപ്പോൾ മാസപ്പിറവി കണ്ടതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്? അതെ, പൊന്നാനിയിലും താനൂരിലും മാസപ്പിറവി കണ്ടതായി വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാളെ മുതൽ നാളെ റമദാൻ ഒന്നായിരിക്കുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. പൊന്നാനിയിലാണ് ആദ്യം കണ്ടത്, പിന്നെ അതുപോലെ തന്നെ താനൂരിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ താനൂരിലും പൊന്നാനിലും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, അത് മറ്റ് കാളിമാരെല്ലാവരും വിവരം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ റമദാനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ റമദാൻ ഒന്നായിരിക്കുമെന്ന് അറിയിക്കുന്നു. തീർച്ചയായും, അതായത് താനൂരിലും പൊന്നാനിയിലുമാണ് ഇന്ന് മാസപ്പിറവി കണ്ടത്. ആ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ നാളെ റമദാൻ ഒന്നായിരിക്കും. നാളെ മുതൽ റമദാൻ വ്രതാനുഷ്ഠാനം തുടങ്ങും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇനി വിശ്വാസികളെ സംബന്ധിച്ച് അവരെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനാനിരതമാകുന്ന കാലഘട്ടമാണ്. പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് പൊതുവെ റമദാനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഒപ്പം തന്നെ 3 പത്തുകളായിട്ടാണ് ഈ പുണ്യമാസത്തെ അവർ കാണുന്നത്. ആദ്യത്തെ 10 അനുഗ്രഹത്തിന്റേത്, രണ്ടാമത്തെ 10 പാപമോചനത്തിന്റേത്, മൂന്നാമത്തെ 10 നരകമോചനത്തിന്റേത് എന്ന തോതിലാണ് വിശ്വാസികൾ കാണുന്നത്. അങ്ങനെ പൂർണ്ണമായും ഒരു ആത്മസംസ്കരണത്തിന്റെ കൂടി മാസമായിട്ടാണ് അവർ കാണുന്നത്. എന്തായാലും കോഴിക്കോട് വലിയ കോഴിക്കോട് വലിയ ഖാദിയുടെ ആസ്ഥാനത്ത് നിന്നും കേരള വിഷൻ പ്രതിനിധിയായ റിയാസ് KM ആണ് ഇപ്പോൾ നമ്മളോട് വിവരങ്ങൾ നൽകി വന്നത്. എന്തായിരുന്നാലും വ്രതാരംഭം ആകുന്നു. ഇസ്ലാം മതവിശ്വാസികളുടെ റംസാൻ വ്രതാരംഭം നാളെ മുതൽ തുടങ്ങുകയാണ്. വ്രതം ആരംഭിക്കുകയാണ്. റംസാൻ 1 നാളെ എന്ന് വലിയ ഖാദി സ്ഥിരീകരിക്കുന്നു കേരള വിഷനിലൂടെ. പൊന്നാനിയിലും താനൂരിലുമാണ് മാസപ്പിറവി കണ്ടത് എന്നും ഖാദി കേരള വിഷനിലൂടെ അറിയിച്ചു. റിയാസ്, തുടർന്നാൽ. തീർച്ചയായും, എന്തായാലും ഈ ഒരു വ്രതാനുഷ്ഠാനത്തെ കുറിച്ച് വിശ്വാസികളോട് തന്നെ നമുക്ക് ചോദിക്കാം. കാരണം എങ്ങനെയാണ് ഈ ഖാദി ഭവനിൽ വർഷങ്ങളായുള്ള ഒരു വരവാണ് റമദാന്റെ ഈ ഒരു മാസപ്പിറവി കണ്ടതറിയാനല്ലേ? സത്യവിശ്വാസികൾ പരിശുദ്ധ റമദാന്റെ മാസപ്പിറവി കണ്ടതിൽ വളരെയധികം സന്തോഷിച്ച് ഇനിയുള്ള എല്ലാ നിമിഷങ്ങളും ആരാധനകളിൽ മുഴുകാൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇനിയുള്ള ഓരോ നിമിഷങ്ങളും. അത് തന്നെയാണ്. കാരണം ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പുണ്യകരമാക്കപ്പെട്ട ഒരു ദിനരാത്രങ്ങളിലൂടെയാണ് ഇനിയുള്ള 30 ദിവസങ്ങൾ കടന്നു പോവുക. നമുക്കിവിടെ കാണാം. എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് തന്നെ. കോഴിക്കോട് നിന്ന്. ഈ മാസപ്പിറവി അറിയാൻ വേണ്ടി എത്തിയാണ്. അതെ അതെ. എന്തായാലും അങ്ങനെ നേരത്തെയും വർഷങ്ങളായിട്ട് എത്താറുണ്ട്? ഇല്ല, ഇന്ന് ആദ്യമായിട്ട് വന്നതാണ്. അതെ. അപ്പോൾ ഇവിടെ നിന്നാണ് അറിയുന്നത് അല്ലേ? അതെ, ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചത് കൊണ്ട് നേരിട്ട് വന്ന് ലൈവായി കാണാമെന്നുള്ള ഇതുകൊണ്ട് വന്നതാണ്. അജിംഷാദ്, അതായത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ റമദാൻ മാസപ്പിറവി കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ എന്റെയൊക്കെ ഗ്രാമത്തിൽ നിന്നും, എന്റെ നാട് കണ്ണൂരിന് അടുത്തുള്ള തളിപ്പറമ്പിന് അടുത്തുള്ള പൂമംഗലമാണ്. അവിടുന്ന് ഈ വൈകിട്ടുള്ള നിസ്കാരം മഗ്‌രിബ് എന്നാണ് പറയുക. അത് കഴിഞ്ഞ് നേരെ ആളുകൾ, മുതിർന്ന കാരണവന്മാരൊക്കെ ജീപ്പ് പിടിച്ച് തളിപ്പറമ്പിലെ വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് പോയി അവിടെ നിന്നും ഫോൺ വിളിച്ച്, അതും നമ്മൾ സാധാരണ മൊബൈൽ ഫോണല്ല, ആ ഫോൺ വിളിച്ച് കോഴിക്കോടേക്ക് വിളിച്ച് മാസപ്പിറവി കണ്ടോ എന്നറിഞ്ഞ് മണിക്കൂറുകളായിരുന്നു സ്ഥിരീകരിക്കാനുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ തത്സമയം കേരള വിഷൻ ന്യൂസ് ഈ മാസപ്പിറവി കാണുന്നതിലെ പ്രക്രിയകൾ ഒരുപക്ഷെ സാധാരണക്കാർക്ക് വലിയ അറിവുള്ളതല്ല. ഈ ഖാദിക്ക് വിശ്വാസമുള്ളതോ അല്ലെങ്കിൽ ഖാദിക്ക് നേരിട്ടോ ഒക്കെ മാസപ്പിറവി കാണാൻ അത് പലയിടത്തും സൗകര്യമൊരുക്കും. ആദ്യം കണ്ടത് പൊന്നാനിയിലാണ്, പിന്നീട് താനൂരാണ് കണ്ടതെന്ന്
വലിയ കാസി തന്നെ നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നു. ഇത് നേരിട്ട് കാണുന്നതാണോ അതോ വിശ്വാസമായ ആരെങ്കിലും കണ്ട് പറയുന്നതാണോ? എങ്ങനെയാണത് സ്വീകരിക്കുന്നത്? എന്തായാലും അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം, ഖാദിയോട് തന്നെ ചോദിക്കാം. അതായത് ഈ മാസപ്പിറവി കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയ ഉണ്ടാവുമല്ലോ, അത് എങ്ങനെയാണ്? അത് ആരെങ്കിലും ഒരാൾ കണ്ടാൽ മാത്രം മതിയോ, അത് വിളിച്ചറിയിക്കുകയാണോ വേണ്ടത്, എങ്ങനെയാണ്? അത് ഒരു പരിധിയുണ്ട്. ആ പരിധിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഒരാൾ കണ്ടാൽ അത് അതിനെ അറിയിക്കലാണ് സാധാരണ പതിവ്. അത് കാതി അവിടെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് ആളെ നിയമിക്കും, കാണാൻ കാത്തിക്കാൻ ആളുകളുണ്ടാവും, അവരെ അറിയിക്കും, അതനുസരിച്ച് നമ്മൾ പ്രഖ്യാപിക്കും. അതായത് വിശ്വാസയോഗ്യമായ ആളായിരിക്കണം. അതെ അതെ അതെ, വിശ്വാസയോഗ്യമായ ആളുകൾ ഒരാൾ മാത്രം കണ്ടാൽ പോരാ. റമദാൻ ആവുമ്പോൾ അത് റമദാൻ നോമ്പ് ഒരുപാട് ആളുകൾ പല ഭാഗത്തുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ താനൂരിലും കണ്ടിട്ടുണ്ട്, പൊന്നാനിലും കണ്ടിട്ടുണ്ട്, പല ഭാഗങ്ങളും കണ്ടിട്ടുണ്ട്. മാത്രമല്ല അന്തമാനിൽ 1 മണിക്കൂർ മുമ്പ് അവിടെയും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റ് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ മാസപ്പിറവി കാണുന്നത് അറിയാനായി എത്തുന്ന ഒരു വ്യക്തിയുണ്ട്. ഇവിടുത്തെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തോട് അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാം. മാസപ്പിറവി, അസ്സലാമു അലൈക്കും. മാസപ്പിറവി കാണുക എന്നുള്ളത് ഖാദിയാർ പറഞ്ഞ പോലെ തന്നെ മാസപ്പിറവി കണ്ടാൽ ഒരു സാക്ഷി വേണം. ആ സാക്ഷിയോട് കൂടിയിട്ട് ഖാദിയാരെ വിവരം അറിയിച്ചാൽ വിശ്വാസയോഗ്യമായിട്ടുള്ള ആളാണെങ്കിൽ മാസപ്പിറവി പ്രഖ്യാപിക്കുകയാണ് ചെയ്യാറ്. ഈ റമദാൻ മാസത്തെ ഞങ്ങൾ ഏകദേശം 3 മാസം മുമ്പ് തന്നെ ഷാബാനിലെയും റഹ്മാൻ ഞങ്ങൾ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ റമദാൻ എത്തുന്നവരെ ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ, റമദാനിൽ പങ്കെടുക്കാൻ കഴിയണേ എന്നുള്ളത് ഓരോ വിശ്വാസിയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് സഫലീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ റംസാൻ ആഗതമായിരിക്കുന്നത്. എല്ലാവരും ഈ റംസാനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഈ ഭാഗത്തിലേക്ക് മുഴുകി മോക്ഷം കിട്ടാനുള്ള ഒരു മാസമായിട്ടാണ്, ദാനധർമ്മങ്ങളുടെ ഒരു മാസമാണിത്. ദാനധർമ്മങ്ങളും സക്കാത്ത്, ഞങ്ങളെ മുസ്ലിമിലെ സക്കാത്ത് കൊടുത്തുകൊണ്ട് ഞങ്ങളെ ധനം പരീക്ഷിക്കുക എന്നുള്ളതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ്. ഗൾഫ് മേഖലയിലും നാളെ തന്നെയാണ് വ്രതാരംഭം. കുവൈറ്റിലെ അടക്കമുള്ള വാർത്തകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. റിയാസ് കെ. മാർ, ലോക